You deliberately defy me. Why did you tell her I got expelled? Because you did get expelled! That is a lie. You love it, don't you? You love to make me hit you! Joan! Barbara, please! Please, Barbara! Leave us alone, Barbara. You deliberately embarrassed me in front of a reporter! A reporter? I told you how important this is to me! I told you! Why did you adopt me? What? Why did you adopt me? Because I wanted a child. Because I wanted someone to love. Don't you act for me. I want to know. Why did you adopt me? Maybe I did for a little extra publicity. That's not true. You know that's not true. Maybe just a little true. I don't ask much from you, girl. Why can't you give me the respect that I'm entitled to? Why can't you treat me the way I would be treated by any stranger on the street? Because I am not one of your fans! ഹായ് എവരി വൺ, പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടോപ്പിക്കായിരുന്നാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാടധികം അവയർനെസ് കിട്ടേണ്ട ഒരു ടോപ്പിക്കാണ്. കാരണം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നാർസിസിസ്റ്റിക് മദേഴ്സിനെ കുറിച്ചാണ്. നമുക്ക് അറിയാം, ടോക്സിക് പാരൻസ് അല്ലെങ്കിൽ നാർസിസിസ്റ്റിക് പാരൻസ് എന്തുമാത്രം നമ്മുടെ കുട്ടികളുടെ ലൈഫിൽ അല്ലെങ്കിൽ ഈ തലമുറയിലും ഈ വരുന്ന തലമുറകളിലും എന്തോരം ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഒരു നാർസിസിസ്റ്റ് നമ്മുടെ സ്വന്തം അമ്മ തന്നെ ഒരു നാർസിസിസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡൈനാമിക് വളരെ വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഒരു ലൈഫ് സിറ്റുവേഷനിൽ, നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഒരു ലൈഫ് സാഹചര്യങ്ങളിൽ അത് വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം അമ്മമാരെ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യണം, ആൻഡ് അൾട്ടിമേറ്റ്ലി അവർ നമ്മുടെ അമ്മയല്ലേ എന്ന് പറയുന്ന ഒരു രീതിയിൽ എല്ലാവരും കൊണ്ട് എൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എത്ര അബ്യൂസ് കിട്ടിയാലും അവസാനം അത് നിങ്ങളുടെ തലയിൽ തന്നെ കൊണ്ടുവയ്ക്കുന്ന രീതിയിൽ കൊണ്ടുപോകുന്നൊരു സിസ്റ്റവും നാട്ടു നടപ്പുമാണ് നമുക്കുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള മദേഴ്സിനെ സ്പോട്ട് ചെയ്യാനും അവരുടെ ഈ ഒരു അബ്യൂസിൽ നിന്നും നമുക്ക് പുറത്ത് വരാനും ഒക്കെ വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഈ നാർസിസിസ്റ്റിക് മദേഴ്സിൻ്റെ അവരെ സ്പോട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ സ്പോട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിൽ എങ്ങനെ അവരെ സ്പോട്ട് ചെയ്യാം, കൃത്യമായിട്ട് നമുക്ക് അവരെ കണ്ടുപിടിക്കാം, അവരിലെ ഓരോരോ സൈൻസും എക്സാമ്പിൾ അടക്കം പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ നമുക്ക് അവരെ കണ്ടെത്തി നമുക്കതിൽ നിന്ന് ഹീലിംഗ് പ്രോസസ്സിലേക്ക് വരാം. ഈ ഊതി വെറുപ്പിച്ച ഈഗോയും കൊണ്ട് നടക്കുന്ന, ചുറ്റുമുള്ളവരെല്ലാവരും എന്നെ ആരാധിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, എല്ലാവരുടെയും അറ്റൻഷൻ എനിക്ക് കിട്ടണം എന്ന് വാശി പിടിക്കുന്ന, എന്നാൽ ഒരു മനുഷ്യരോടും എമ്പതിയും ഇല്ലാത്ത ആളാണ് നാർസിസിസ്റ്റുകൾ. നിങ്ങളുടെ അമ്മ എപ്പോഴും അവരുടെ ലൈഫിലെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്. അത് ചെയ്ത കാര്യങ്ങളാണോ അല്ലയോ എന്ന് പലപ്പോഴും നിങ്ങൾക്ക് സംശയം തോന്നും. ഇതൊക്കെ തള്ളാണോ അല്ലെങ്കിൽ ഇതൊക്കെ സത്യമാണോ അല്ല കള്ളമാണോ എന്ന് നിങ്ങൾക്ക് എപ്പോഴും സംശയം തോന്നും. പക്ഷേ ഈ പറയുന്ന വ്യക്തി എപ്പോഴും തങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ പറയുന്ന കാര്യം, ആ പറയുന്ന കള്ളമാണോ സത്യമാണോ അല്ലെ തള്ളാണോ, എന്തായാലും ആ പറയുന്ന കാര്യം എല്ലാവരും കേട്ട് വിശ്വസിച്ച് ഇയാളെ അഡ്മയർ ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഒരു നാർസിസിസ്റ്റിക് മദർ. ആ ഒരു നാർസിസിസ്റ്റിൽ കാണുന്ന അതേ ട്രേറ്റ് നാർസിസിസ്റ്റിക് മദേഴ്സിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം.
ഇപ്പോൾ നിങ്ങളുടെ അമ്മ പറഞ്ഞതാണ്, ഞാൻ എല്ലാം നഷ്ടപ്പെടുത്തിയത് നിനക്ക് വേണ്ടിയാണ്, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എല്ലാം സാക്രിഫൈസ് ചെയ്തത് നിനക്ക് വേണ്ടിയാണ് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആർഗ്യുമെൻ്റ് വരികയാണ് നിങ്ങൾ തമ്മിൽ, നിങ്ങൾ വളർന്നു വലുതായി എന്ന് വിചാരിക്കുക, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കശപിശ ഉണ്ടാകുന്നു, വാക്കുതർക്കം ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങളുടെ അമ്മ തിരിച്ച് പറയുകയാണ്, ഞാൻ കൊച്ചിലെ എന്തെല്ലാം കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞ് എണ്ണി എണ്ണി പറയും. പക്ഷേ നിങ്ങൾക്ക് പോലും ഓർമ്മയുണ്ടാവില്ല ഇവരിത് ചെയ്തതാണോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങൾ ആലോചിക്കുമ്പോൾ ഇവരത് ചെയ്തിട്ടുണ്ടാവും അല്ലേ ചിലപ്പോൾ. അപ്പം നിങ്ങളെ വായടപ്പിക്കാനുള്ള ഒരു ടാക്റ്റിക്കാണ് നാർസിസിസ്റ്റിൻ്റെ, ഒരു നാർസിസിസ്റ്റിക് മദറിൻ്റെ. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ചൈൽഡ്ഹുഡ് ട്രോമാറ്റിക് ആയിരുന്നല്ലോ. അപ്പോൾ ചൈൽഡ്ഹുഡിൽ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള പല ഓർമ്മകളും നിങ്ങൾക്ക് വരാൻ സാധ്യത കുറവാണ്. ഷോർട്ട് മെമ്മറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇവർ ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യും. ഈ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളെ ഞാനെല്ലാം ചെയ്തിട്ടുള്ളതാണ്, പണ്ട് നിനക്ക് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുള്ളതാണ് എന്ന് പറയുന്ന ഒരു നാർസിസിസ്റ്റിക് മദറിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. രണ്ടാമത്തെ പോയിൻ്റ് നീഡ് ഫോർ എക്സസീവ് അഡ്മിറേഷൻ എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇപ്പോഴും അമ്മയോട് കോൺടാക്റ്റിലിരിക്കുന്ന, നാർസിസിസ്റ്റിക് മാത്രമായിട്ട് കോൺടാക്റ്റിലിരിക്കുന്ന ആളാണെങ്കിൽ എപ്പോഴും ഇവർ അഡ്മിറേഷൻ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ ഒരു അംഗീകാരം കൊടുക്കണം എന്നുള്ള ഒരു കാര്യം അവരെപ്പോഴും അങ്ങനെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. നിങ്ങൾ അവരെ എപ്പോഴും പ്രൈസ് ചെയ്യണം, അവരെപ്പോഴും പുകഴ്ത്തി പറയണം, പൊക്കി പറയണം, എപ്പോഴും അവർ വലിയൊരു സംഭവമാണ് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, അത് അവർക്ക് കേൾക്കണം. അപ്പോൾ ഇത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അതിന് പകരം നിങ്ങൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യുകയോ, നിങ്ങൾ അവരിലെ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ അങ്ങനെ ചെയ്ത് ശരിയായില്ലെന്നോ അല്ലെങ്കിൽ അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നതെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒഫൻഡഡ് ആവും. ഈ ക്രിറ്റിസിസം എന്ന് പറയുന്നത് നാർസിസിസ്റ്റിക് മദേഴ്സിന് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. നിങ്ങൾ ക്രിറ്റിസിസം പറഞ്ഞു തുടങ്ങുമ്പോഴേ ഈ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഗ്യാസ് ലൈറ്റിംഗ് ആയിട്ടുള്ള ടാക്ടിക്സിലേക്ക് അവർ പോകും. പെട്ടെന്ന് തന്നെ അത് സ്വിച്ച് ചെയ്ത് വിട്ട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വളരെയധികം കഴിവുള്ളവരാണ് നാർസിസിസ്റ്റിക് മദേഴ്സ്. ഈ നാർസിസിസ്റ്റിക് മദേഴ്സ് ഏറ്റവും കൂടുതൽ അബ്യൂസ് ചെയ്യുന്നത് നാർസിസിസ്റ്റിക് ഡോട്ടേഴ്സിനെയാണ് എന്നൊരു നെറേറ്റീവ് പൊതുവേ നമുക്കുണ്ട്. കുറേയൊക്കെ അത് ശരിയാണ്. അതിന് കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഒരു കൾച്ചറൽ സെറ്റപ്പിൽ കണ്ടീഷനിങ്ങിന് ഏറ്റവും കൂടുതൽ വിധേയപ്പെടുന്നത് ഒരു സ്ത്രീയാണ്. ഇപ്പോൾ സ്ത്രീകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഒരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം ആവേണ്ടതെന്ന് മറ്റൊരു സ്ത്രീ, നിങ്ങളുടെ അമ്മയായിരിക്കുന്ന സ്ത്രീ അവർ കണ്ടീഷൻ ചെയ്ത രീതിയിൽ മക്കളെയും കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവന്ന് ആ രീതിയിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങൾ എന്താ പറയുക, നിങ്ങളിലൂടെ പ്രൈസ് കിട്ടണം, നിങ്ങളിലൂടെ അവർക്ക് വേണ്ട പ്രൈസ് കിട്ടാനും അവർക്ക് വേണ്ട അഡ്മിറേഷൻ കിട്ടാനും വേണ്ടിയിട്ടാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത്. അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അത് ഓണസ്റ്റാണ്. പക്ഷേ എന്താ പറയുന്നത്, അവരുടെ മൈൻഡ് ട്വിസ്റ്റഡ് ആയതുകൊണ്ടും അവർ അങ്ങനെ ചിന്തിക്കുന്നു എന്നുകൊണ്ടും ഈ കുരുട്ട് ബുദ്ധി എന്നുള്ള ഒരു കാര്യമാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടും ഈ പറയുന്ന കാര്യങ്ങൾ ഒരു തരത്തിൽ നിങ്ങൾക്കൊരു ഹെൽപ്പും ഉണ്ടാവില്ല എന്നുള്ളതാണ്. നിങ്ങളെ കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവരുന്നത് നാളെ ഒരാളുടെ കീഴിൽ അടിമയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലാതെ മറ്റൊരു രീതിയിൽ ഒരു പ്രയോജനം അതിൽ നിന്ന് കിട്ടില്ല. കാലഹരണപ്പെട്ട കാര്യങ്ങളായിരിക്കും നിങ്ങളോട് പറയുന്നത്. പക്ഷേ അത് നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കും, ഇതാണ് ജീവിതം, ഇതാണ് ലൈഫ്, ഇതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. നമ്മൾ ഈ സ്വന്തമായിട്ട് വളർന്നു വന്ന് നമ്മൾ ഈ അൺലേണിങ്ങിലൂടെയൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോഴായിരിക്കും ഇവർ പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു, ഇവർ പറഞ്ഞതെല്ലാം ഈ പറയുന്ന സ്വന്തമായിട്ട് ഇങ്ങനെ കൈന്നിട്ട് തള്ളുകളാണ് അല്ലെങ്കിൽ നുണകളാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. നിങ്ങളൊരു വിവാഹത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേക്ക് നിങ്ങളുടെ റൂം അലങ്കരിക്കുകയാണ്, അല്ലെങ്കിൽ ആ വീട്ടിലെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ റൂമൊക്കെ നല്ലതായിട്ട് സെറ്റ് ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ അലങ്കരിക്കുകയാണെന്ന് വെക്കുക. അങ്ങനെ ചെയ്തെന്ന് വെക്കുക. ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഫുള്ള് നിങ്ങൾ വളരെ മനോഹരമായിട്ട് വീട് ഡെക്കറേറ്റ് ചെയ്ത് എല്ലാം കൃത്യമായിട്ട് അടുക്കി വെച്ച് എല്ലാം നിങ്ങൾ ക്ലീനാക്കി ഇടുമ്പോൾ ഏതെങ്കിലും ഒരു നിങ്ങളുടെ അയൽവാസി വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങളുടെ അമ്മ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള അമ്മ നിങ്ങളെ അങ്ങോട്ട് എടുത്തിട്ട് തരാൻ തുടങ്ങും. നിങ്ങൾക്ക് ആ ഒരു വഴക്കാണോ അല്ലെങ്കിൽ ടാൻഡ്രം എന്ന് പറയാനാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. കാരണം ടാൻഡ്രമാണ് അവർ കാണിക്കുന്നത്. ഒരു എന്താ പറയുന്നത്, ഈ നെയ്ബർ അങ്ങനെ പറഞ്ഞു, അത് അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന അയൽക്കാർ ചുറ്റും ഉണ്ടായിരിക്കും. അവർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയും, അതങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു. അപ്പോൾ ഇവർ അതും പിടിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് ടാൻഡ്രം കാണിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഒരു മൂഡ്, നിങ്ങളുടെ ആ ഒരു നല്ല ദിവസം അത് പൂർണ്ണമായിട്ടങ്ങ് ഇല്ലാതാവും. ദിവസങ്ങളോളം നിങ്ങളത് ആലോചിച്ച് വിഷമിക്കുകയും ചെയ്യും.
എൻ്റെ കുട്ടിക്ക് എന്തൊക്കെയാണ് ആവശ്യം, എൻ്റെ കുട്ടി എന്താണ് അനുഭവിക്കുന്നത്, അവൻ ഓക്കെ ആണോ, അവൻ സന്തോഷമുണ്ടോ, അവന് സന്തോഷമില്ലേ, അല്ലെങ്കിൽ അവൾ ഓക്കെ ആണോ എന്നൊക്കെ ചിന്തിക്കാനുള്ള കഴിവ് നാർസിസിസ്റ്റിക് മദേഴ്സിനില്ല, അല്ലെങ്കിൽ അവരങ്ങനെ ചിന്തിക്കേയില്ല. ശരിക്കും അത് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു ജനറ്റിക്കൽ പ്രോബ്ലമാണ്. കാരണം നിങ്ങളുടെ മദർ തന്നെ, നിങ്ങളെ പാരൻറ്റ് ചെയ്യേണ്ട ആൾ തന്നെ ആ രീതിയിൽ ഒരിക്കലും ഒട്ടും എമ്പതി ഇല്ലാത്ത ആളായി പോകുന്നത്. അവിടെയാണ് ആ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ കുട്ടികളിൽ എമ്പതി, ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കുട്ടികൾ അത് കിട്ടാതെ വരുമ്പോഴുള്ള വിഷമം എന്താണെന്ന് അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അത് അത്രത്തോളം ഭീകരമായിട്ടുള്ള വിഷമമാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ എമ്പതി ഇല്ലാത്തതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ വളരെ ഹേർട്ടായി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നിങ്ങളുടെ ഈ മാതാവിനെ, നാർസിസിസ്റ്റിക് ആയിട്ടുള്ള മദറിനെ സമീപിക്കുമ്പോൾ, നീ എപ്പോഴും റോങ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്നതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ സംഭവിക്കുന്നതായിരിക്കും അവർ പറയുന്നത്. കാരണം അവർക്കൊട്ടും എമ്പതി ഇല്ല. അവർ നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യും. നിങ്ങളാണ് അവിടെ കുറ്റം ചെയ്തത്, നിങ്ങളാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ള രീതിയിൽ ഉള്ള റെസ്പോൺസ് ആയിരിക്കും അവരുടെ ഭാഗത്തു നിന്ന് കിട്ടുക. ഇപ്പം ഞാൻ ഒരുപാട് ഈ നാർസിസിസ്റ്റിക് മദേഴ്സുള്ള കുട്ടികളുടെ അവരുടെ ലവ് റിലേഷൻഷിപ്പിൻ്റെയൊക്കെ കാര്യം കേട്ടിട്ടുണ്ട്. അവരുടെ റിലേഷൻഷിപ്പുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർക്കൊരു വല്ലാത്ത എൻവിയും വല്ലാതെ ഈ കാര്യങ്ങൾക്ക് ഇടപെടാനുള്ള ഒരു നിങ്ങൾ പ്രൈവസിയെ മാനിക്കാതെ ഉള്ള ഇടപെടലുകൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബ്രേക്കപ്പ് ഉണ്ടായി, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബ്രേക്കപ്പ് സംഭവിച്ചു, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബ്രേക്കപ്പായിട്ട് വരികയാണ്, നിങ്ങൾ ബ്രേക്കപ്പായിട്ട് വന്നിട്ട് ആ ഒരു അത്രത്തോളം വിഷമത്തോടെ നിങ്ങൾ കയറി വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഇത് നിങ്ങളുടെ അമ്മ, ആ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള അമ്മയോട് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ അറിയുകയോ ചെയ്തു കഴിഞ്ഞാൽ, നീ എപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാരെ തന്നെയാണ് എടുക്കുന്നത്, നീ ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പോയി പെടുന്നതെന്ന് പറഞ്ഞ് നിങ്ങളെ വല്ലാത്ത രീതിയിൽ വഴക്ക് പറയുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന മാത്രമേ ഇവർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തുമില്ല. ഈ നിങ്ങളെ പാരൻ്റായിരിക്കുന്ന അച്ഛൻ, അല്ലെങ്കിൽ ഈ അമ്മയല്ലാതെ അച്ഛനുണ്ടാവുമല്ലോ, അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. അയാൾ മോസ്റ്റ് പ്രോബബ്ലി ഇനേബിളർ ആയിരിക്കാനാണ് സാധ്യത. നിങ്ങളുടെ നാർസിസിസ്റ്റിക് ആയിട്ടുള്ളൊരു മദർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അഡൾട്ടായിരുന്നാലും നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിനെ, നിങ്ങളൊരു ജോബിൽ പ്രൊമോഷൻ നേടി, നിങ്ങളൊരു നല്ല ജോബ് നേടി അതിൽ നല്ല നിലയിൽ നിൽക്കുകയാണെങ്കിലും നിങ്ങളെ താഴ്ത്തിക്കെട്ടാനായിരിക്കും അവർ ശ്രമിക്കുന്നത്. നിങ്ങളുടെ വളരെ ലക്കായി കിട്ടാൻ, നിൻ്റെ ഭാഗ്യം കൊണ്ടാണ് അത് കിട്ടിയെന്നുള്ള രീതിയിൽ പറയാനും, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ അതിൽ നിങ്ങൾ കിട്ടുന്ന, നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടിയപ്പോഴും സാലറി കുറവാണെന്ന് വയ്ക്കുക, നിങ്ങളുടെ ആ ഇൻസെക്യൂരിറ്റിയിൽ പിടിച്ച് നിങ്ങളെ ഉപദ്രവിക്കാനായിരിക്കും അവർ ശ്രമിക്കുന്നത്. ഈ അഡൾട്ടായിട്ടുള്ള വ്യക്തി ആണെങ്കിൽ പോലും, നിങ്ങളൊരു അഡൾട്ടായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ പോലും നിങ്ങളോട് കമ്പീറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. അവർക്ക് നല്ല പ്രായമുണ്ട്, അവർ വളരെ പ്രായമുള്ള വ്യക്തിയാണെങ്കിലും നിങ്ങളോട് കോമ്പറ്റീഷൻ കാണിക്കുക, അതൊരു നാർസിസിസ്റ്റിക് മദറിൻ്റെ ഒരു ബെസ്റ്റ് ട്രീറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ അതിനൊരു നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു പ്രൊമോഷൻ വാങ്ങിച്ചിട്ട് പറയുകയാണെങ്കിൽ, അമ്മയുടെ അടുത്ത് പറയുകയാണെങ്കിൽ എനിക്കൊരു പ്രൊമോഷൻ കിട്ടി എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ അമ്മ പറയും, നിൻ്റെ ഈ പ്രായത്തിൽ ഞാൻ എന്തോരം ഇത് കിട്ടിയിട്ടുണ്ടോ, എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ ചെയ്തത് എന്താണെന്നറിയോ, എനിക്ക് എത്ര ഇത് കിട്ടിയിട്ടുണ്ടെന്നറിയോ എന്ന് തിരിച്ചു പറയും. ആദ്യമേ തന്നെ നിങ്ങൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ വിക്ടിം ചൈൽഡായി ഇരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് നിങ്ങളുടെ തലയിൽ എടുത്തു വെച്ച് തരും. നീ നാളെ അതാവും, നീ നാളെ ഇതാവണം, എന്തെങ്കിലും അങ്ങനെ ആയില്ലെങ്കിൽ അത് പ്രശ്നമാണ്, ഇങ്ങനെ ആയില്ലെങ്കിൽ പ്രശ്നമാണ്, നീ അത്രത്തോളം ചെയ്യേണ്ടതാണ്, അതിനകത്ത് നീ 93% മാർക്ക് വാങ്ങിച്ചത് വളരെ മോശമാണ്, നീ 97 മാർക്ക് വാങ്ങിച്ചത് വളരെ മോശമാണ്, നീ ഫുൾ മാർക്ക് വാങ്ങിക്കാമായിരുന്നു, എന്ത് കിട്ടിയാലും തികയാത്തൊരവസ്ഥ, എന്ത് ചെയ്താലും ഇവരെ തൃപ്തിപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ കുട്ടി മാറിപ്പോകും. അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറം, ഞാനൊരു ആൺകുട്ടിയുടെ കാര്യം, ആൺകുട്ടിക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും അപ്പുറം ബുദ്ധിമുട്ടുകൾ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകും. അവർ ഒരുപാടധികം ഉൾവലിയാനുള്ള സാധ്യതയുണ്ട്. ഉൾവലിഞ്ഞിട്ട് വളരെയധികം ടെൻഷനും ആങ്സൈറ്റിയും കൊണ്ട് മുറിയിൽ നിന്ന് പുറത്തെടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവർ ഒരുപാട് നാൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. അവരൊരു നാർസിസിസ്റ്റിക് മദറിൻ്റെ കീഴിലാണ് ഫങ്ഷൻ ചെയ്തിട്ടുള്ളതെങ്കിൽ. സാധാരണഗതിയിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും വരുന്ന ഒരു ഫാമിലി ആണെങ്കിൽ, നാർസിസിസ്റ്റിക് മദറുള്ള ഫാമിലി ആണെങ്കിൽ, ഈ ആൺകുട്ടി ഗോൾഡൻ ചൈൽഡ് ആവാനും പെൺകുട്ടി ആ ഒരു വിക്ടിം ചൈൽഡ് ആവാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ വിക്ടിം ചൈൽഡ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ സ്കേപ്പ് ഗോട്ട് എന്ന് പറയുന്ന കാര്യം തന്നെയാണ്. ആ ഒരു സ്കേപ്പ് ഗോട്ട് ആവുക, അല്ലെങ്കിൽ ആ ഒരു എല്ലാത്തിനെയും ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക എന്നുള്ളത്, അത് കുറച്ച് ഞാൻ വീഡിയോ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ വിശദീകരിക്കാം. അതിനൊരു ബെറ്റർ എക്സാമ്പിൾ ആണെന്നെങ്കിൽ, ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങളൊരു ടോപ്പർ ആവുകയാണ് ക്ലാസ്സിലെ. നിങ്ങൾ ടോപ്പർ ആയിട്ട് നിങ്ങൾ ആ ഒരു സന്തോഷത്തിൽ, ആ ഒരു ആദ്യത്തെ ഒരു സന്തോഷം ഉണ്ടല്ലോ നമ്മൾ ക്ലാസ്സിലെ ടോപ്പർ ആവുന്നത്,
ആ ഒരു രീതിയിൽ നിന്നിട്ട് നിങ്ങൾ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങളുടെ നാർസിസ്റ്റിക് മദർ പറയുന്നത് നിങ്ങൾ അത്രയും പോരാ, നീ അത്രയും ചെയ്താൽ പോരാ, ഇതിലും കൂടുതൽ എഫേർട്ട് എടുക്കണം എന്നുള്ളതാണ്. ക്ലാസ്സിലെ ടോപ്പറായാൽ പോരാ, ഇതിനേക്കാളും മേളിൽ നീ വരണം എന്നുള്ളതായിരിക്കും ഒരു നാർസിസ്റ്റിക് മദർ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ സന്തോഷം അപ്പം തന്നെ ഇല്ലാതാവുകയും ചെയ്യും. നിങ്ങൾക്ക് ആ ഒരു മാനസികമായിട്ട് വളരെയധികം വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടാവുകയും ചെയ്യും. ഒരു സന്തോഷവുമില്ലാതെ കൂട്ടുകാരുടെ മുഖത്ത് നോക്കി സ്കൂളിൽ പോകേണ്ടി വരുന്ന അവസ്ഥ, ഒരു സന്തോഷവുമില്ലാതെ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പോൾ ലഞ്ച് ബോക്സ് കാണുമ്പോൾ തന്നെ വിഷമം വരുന്ന അവസ്ഥ, സ്കൂളിലേക്കുള്ള ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വളരെയധികം വിഷമത്തോടെ വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ച് കരയേണ്ടി വരുന്ന അവസ്ഥ, ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എനിക്കിത് കുറച്ച് ഇമോഷണലായിട്ടേ പറയാൻ പറ്റുള്ളൂ, കാരണം ഐ ഹവ് സീൻ പീപ്പിൾ സഫർ. അതിന് കാരണം എൻ്റെ ഫ്രണ്ട്സിലും എൻ്റെ ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരിലുമൊക്കെ ഇത് അനുഭവിച്ച ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരതൊക്കെ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വിഷമം വരും, നമുക്ക് അടക്കാനാവാത്തൊരു വിഷമം അതൊക്കെ ഓർക്കുമ്പോൾ ഉണ്ടാകും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാം, ഹീൽ ചെയ്യാം എന്നുള്ളതാണ്. നോ കോൺടാക്റ്റിൽ പോകാൻ പറ്റുന്നവർക്കും നോ കോൺടാക്റ്റിൽ പോകാൻ പറ്റാത്തവർക്കും എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നമ്പർ 1 ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്. NPD കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. NPD കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങളുടെ മദർ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള അല്ലെങ്കിൽ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ഉറപ്പ് വരുത്തുക അതാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അതാണ് എവിടെയൊക്കെ നിങ്ങൾക്ക് വെരിഫൈഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ വായിക്കാൻ കിട്ടുമോ അതൊക്കെ വായിക്കുക. ഉറപ്പായിട്ടും ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമാണോ വായിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ആ രീതിയിലുള്ള വായന, ആ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ സ്വന്തമായി നേടേണ്ടത് നാർസിസ്റ്റിക് വിക്ടിമായിട്ടുള്ള ആൾക്കാരുടെ പ്രൈമറി ആയിട്ടുള്ളൊരു ഡ്യൂട്ടിയാണ്. അത് നിങ്ങൾ ചെയ്യുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ ഹീലിങ്ങിലേക്കുള്ള. രണ്ടാമത്തെ കാര്യം അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം, സെറ്റിംഗ് ബൗണ്ടറീസ്. നമ്മൾ ഇപ്പോഴൊക്കെ കേൾക്കുന്നൊരു കാര്യമായിരിക്കും ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ ബൗണ്ടറീസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വകാര്യത, നമ്മുടെ പ്രൈവസി, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ പ്രൈവസി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വകാര്യത, വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യമാണ്. ഇത് കുഞ്ഞിലെ ഒരു നാർസിസ്റ്റിക് മദറിൻ്റെ കീഴിലാണ് നിങ്ങൾ വളർന്നു വന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ലാത്തൊരു കാര്യമായിരിക്കാം. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ നോ പറയാനായിട്ട് ശീലിക്കുക. നിങ്ങൾക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ടായിരിക്കും നോ പറയാനായിട്ട് ഈ വ്യക്തിയോട്, അല്ലെങ്കിൽ ഈ പറയോട് എങ്ങനെ സംസാരിക്കണമെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും നിങ്ങളിപ്പോഴും സംസാരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം നോ പറയാൻ വേണ്ടി ശീലിക്കുക. ഇവർ പറയുന്ന കാര്യങ്ങൾ എല്ലാം ഇങ്ങോട്ട് ഏറ്റെടുക്കാതെ, എല്ലാം അനുസരിക്കാത്ത രീതിയിൽ അത് പറ്റില്ല എന്ന് പറയാനും, ഈ സമയത്ത് തന്നെ വിളിക്കാൻ പറ്റില്ല, ഈ സമയത്ത് എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ സംസാരിക്കുന്നില്ല, എനിക്ക് നല്ല സുഖമില്ല, ഇന്ന് ഞാൻ എടുക്കില്ല എന്നുള്ള കാര്യങ്ങൾ ഫേമായിട്ടും അസർട്ടീവായിട്ടും പറയാൻ വേണ്ടി ആദ്യം ശീലിക്കുക. കൃത്യമായിട്ടുള്ള ബൗണ്ടറീസ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ടും വയ്ക്കുക. ഈ വ്യക്തിയുമായിട്ട് ബൗണ്ടറീസ് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ബൗണ്ടറീസ് വെക്കാനുള്ള വീഡിയോസ്, നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് എങ്ങനെ കൃത്യമായിട്ട് ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ള വീഡിയോസ് യൂട്യൂബിലുണ്ട്. അതിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ എനിക്ക് തരാൻ പറ്റുന്ന ആർട്ടിക്കിൾസ്, റിസോഴ്സൊക്കെ ഞാൻ ഈ വീഡിയോയുടെ താഴെ കമൻസിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഇട്ടേക്കാം. അത് നിങ്ങൾ ദയവ് ചെയ്ത് വാങ്ങിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. ആ ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു കാര്യമാണ് തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മളെ തന്നെ ഫിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ സ്വയം നമ്മളെ ഫിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടത്തണം. എനിക്കിതിൽ നിന്നും പുറത്ത് വരാൻ പറ്റും, എനിക്കിതിൽ നിന്നും എന്തായാലും ഇത്രയും കാലം ഞാനിത് അനുഭവിച്ചു, എൻ്റെ കുറ്റം കൊണ്ടല്ല ഞാനിത് അനുഭവിച്ചത്, എൻ്റെ തെറ്റ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ മനഃപൂർവ്വം യാതൊരു തെറ്റും ആർക്കും ചെയ്തിട്ടില്ല, എനിക്ക് ഇതിൽ നിന്നും പുറത്ത് വരാൻ പറ്റും, എനിക്കിനി എന്തായാലും ഇതിൽ നിന്ന് പുറത്ത് വന്ന് ഒരു പുതിയ വ്യക്തിയായിട്ട് ഇനി എൻ്റെ ജീവിതം, എൻ്റെ ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ ലൈഫ് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ പറ്റും എന്ന് സ്വയം വിശ്വസിപ്പിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. ആ ഒരു സ്വയം നമ്മളോട് തന്നെ സ്നേഹത്തോടെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, അതാദ്യം ചെയ്ത ശേഷം ഈ എഡ്യൂക്കേഷനും ഈ ബൗണ്ടറീസും സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ അടുത്തതാണ് തെറാപ്പിയിലേക്ക് കടക്കേണ്ടത്. ഇൻഡിവിജ്വൽ തെറാപ്പി എന്ന് പറഞ്ഞ കാര്യം, ഈ സൈക്കോ തെറാപ്പിയിൽ ഇൻഡിവിജ്വൽ ബിഹേവിയറൽ തെറാപ്പി എന്ന് പറഞ്ഞ കാര്യം എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് എങ്ങനെ ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് തെറാപ്പിയിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്, തെറാപ്പിയിലൂടെ നമ്മളെ എക്വിപ്പ് ചെയ്യുന്നത്. തെറാപ്പി എടുക്കുന്ന ആൾ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളാണ് ഇതിൽ. ഈ ഒരു നാർസിസിസം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ, അത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരുടെ കാര്യത്തിൽ
എക്സ്പേർട്ടായിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഒരു വീഡിയോ കോൾ വഴിയോ അല്ലെങ്കിൽ നേരിട്ടുള്ള നിങ്ങൾ ഓഫ്ലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന തെറാപ്പീസ് ആണെങ്കിൽ ഓഫ്ലൈനായിട്ട് എടുത്താലും നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നോ കോൺടാക്റ്റ് ആണെങ്കിലും കോൺടാക്റ്റ് ആണെങ്കിലും അവർക്ക് നിങ്ങളെ വ്യക്തമായിട്ട് സഹായിക്കാനായിട്ട് പറ്റും എന്ത് ചെയ്യണമെന്ന്. നാർസിസിസത്തെ പറ്റി നന്നായിട്ട് അറിവുള്ള ഒരു തെറാപ്പിസ്റ്റിനെ നിങ്ങൾ കണ്ടെത്തുക. ആദ്യം ആ തെറാപ്പിസ്റ്റിൽ സ്റ്റിക്ക് ചെയ്യുക, അവർ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക ലൈഫിൽ. ഒരു തെറാപ്പിസ്റ്റിൻ്റെ സഹായം ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങളിലുണ്ടായ ആ ഇമോഷണൽ ഡാമേജ് ഉണ്ടല്ലോ ചെറിയ പ്രായത്തിൽ, ഒരു ഇമോഷണൽ അവൈലബിലിറ്റി, ഇമോഷണലി അവൈലബിൾ അല്ലാത്തൊരു അവസ്ഥ, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്തൊരു കാര്യം, അതൊരു ഈ തെറാപ്പിസ്റ്റിൻ്റെ നിന്ന് കിട്ടും. ആ ഒരു കമ്പാനിയൻഷിപ്പ്, ആ ഒരു തെറാപ്പി ക്ലയൻറ്റ് റിലേഷൻഷിപ്പ് എപ്പോഴും ഒരു യുണീക്കായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. അതിലൂടെ നമുക്ക് കിട്ടാത്ത ഒരു പാരൻ്റ് ആവാനോ അല്ലെങ്കിൽ നമുക്ക് ഇല്ലാത്ത ഒരാളാവാനോ അവർക്ക് സാധിക്കില്ല. പക്ഷേ അതിനപ്പുറം ഒരു മെൻറ്ററായിട്ടും ലൈഫിലൊരു സൂപ്പർവൈസറായിട്ടും ഒരു ഗൈഡിങ് ഫിഗറായിട്ടും ഒക്കെ നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിവുള്ളവരാണ് തെറാപ്പിസ്റ്റുകൾ. അപ്പോൾ അവരുടെ ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള കഴിവ് ഉപയോഗപ്പെടുത്തുക, ആ കഴിവിലൂടെ നിങ്ങളുടെ ലൈഫ് ഫിക്സ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരിക. അടുത്ത കാര്യം ഞാൻ പറയാൻ പോകുന്നത് ഫൈൻഡ് സപ്പോർട്ട് എന്നുള്ളതാണ്. സപ്പോർട്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്ന കാര്യം അല്ല, സപ്പോർട്ട് ഗ്രൂപ്പുകൾ കണ്ടെത്തുന്ന കാര്യമാണ്. സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇപ്പോൾ ചുറ്റുമുള്ള സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരെ നിർത്തേണ്ടതെന്നൊക്കെ പറയുന്ന പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണെങ്കിലും സപ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ സപ്പോർട്ട് ഗ്രൂപ്പുകളിലെ ഭാഗമാകാനായിട്ട് നമുക്ക് പറ്റും. അതായത് നമുക്ക് ഓൺലൈനിൽ ഇപ്പോൾ സപ്പോർട്ട് ഫോറംസ് ഉണ്ട്. അതായത് നാർസിസിസ്റ്റിക് അബ്യൂസ് അനുഭവിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഉണ്ട്. അഡൾട്ടായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും നാർസിസിസ്റ്റിക് പാരൻസ് ഉണ്ടായിരുന്ന മക്കൾക്ക്, ഇപ്പോൾ അഡൾട്ടായിട്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക, അതിലെ ഡിസ്കഷൻസിൽ പാർട്ടാവുക. അത് ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾക്കൊപ്പം ഈ ഒരു കാര്യം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ അധികം ഈ സോഷ്യലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഈ സോഷ്യൽ ആങ്സൈറ്റി അല്ലെങ്കിൽ സോഷ്യലി ഇൻട്രാക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ആ ഒരു സോഷ്യൽ ബീയിങ് ആയിരിക്കാനുള്ള നമ്മുടെ ഒരു അബിലിറ്റി, അതിനെയൊക്കെ എൻകറേജ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതുപോലെ സപ്പോർട്ട് ഗ്രൂപ്പുകളുടെ ഭാഗമായിരിക്കുന്നത്. അങ്ങനെ സെർച്ച് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ഗ്രൂപ്പുകൾ കണ്ടുപിടിക്കുക, സപ്പോർട്ട് ഗ്രൂപ്പുകളുടെ ഭാഗമാകുക. പിന്നെ ഇതിൽ അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രയോറിറ്റൈസ് യുവർ വെൽബീയിങ് എന്നുള്ളതാണ്. നിങ്ങൾ ഇത്രയും കാലം ഇത് അനുഭവിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ നിർത്താനുള്ള എല്ലാ രീതിയിലുള്ള റൈറ്റും നിങ്ങൾക്കുണ്ട്. നിങ്ങളെ സ്വയം കെയർ ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള റൈറ്റും നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ കെയർ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ സെൽഫ് കെയർ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് തെറാപ്പിസ്റ്റിൻ്റെ സഹായം കിട്ടും. അതൊക്കെ സെൽഫ് കെയർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് സ്വയം നമുക്ക് നമ്മുടെ ഗട്ട് ഫീലിങ്ങിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇൻഡ്യൂഷനെ വളരെയധികം ട്രസ്റ്റ് ചെയ്യുക, അതിനെ ഉപയോഗിക്കുക. കാരണം ഇൻഡ്യൂഷൻസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഇൻട്രൂഷനെക്കാളും വലുതായിട്ട് വേറെ ഒന്നിനും അയാളെ സഹായിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഇൻഡ്യൂഷനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സെൽഫ് കെയർ, നിങ്ങൾക്ക് വേണ്ട സെൽഫ് കെയറും പ്രൊട്ടക്ഷനും എല്ലാം കൊടുക്കുക. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള, നിങ്ങളെ മനസ്സിലാക്കുന്ന പോസിറ്റീവായിട്ടുള്ള മനുഷ്യരെ നിങ്ങൾക്ക് ചുറ്റും നിർത്തുക. ആ പോസിറ്റീവായിട്ട്, എക്സ്ട്രീംലി പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ കൂടെ നിർത്തുക. കാരണം നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ നിർത്തിയാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ചിന്തിക്കുന്ന ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെ കൂടെ നിർത്തി നിങ്ങൾ ജീവിതം കരുപ്പിടിപ്പിക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള അങ്ങനെ കൂടെ നിർത്താൻ ആൾക്കാരെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു 3-4 യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നാലും മതി. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വെൽബീയിങ് പ്രയോറിറ്റൈസ് ചെയ്യുക. പിന്നെ നിങ്ങളെ ആദ്യം നിർത്താൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ ആദ്യം എന്നുള്ള രീതിയിൽ പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ട് കാണിക്കാതിരിക്കുക. അതൊരു കണ്ടീഷനിലൂടെ വരുന്നൊരു കാര്യമാണ്, നമ്മളെ കൊച്ചിലെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ അതെന്തോ ഒരു സെൽഫിഷ്നെസ് ആണെന്നാണ് പണ്ട് കുഞ്ഞിലെ നമ്മളെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊരു സെൽഫിഷ്നെസ് അല്ല, അത് നമ്മുടെ ആവശ്യമാണ്, അത് നമ്മുടെ ബേസിക് നെസസിറ്റിയാണ് എന്നുള്ള രീതിയിൽ വിശ്വസിച്ചുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ആവശ്യപ്പെടുക. ഇനിയെങ്കിലും എനിക്ക് വേണ്ടി ജീവിക്കണമെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരോടും തുറന്ന് പറയാനായിട്ട് മടിക്കാതിരിക്കുക. നിങ്ങൾക്കത് ഹാർഡ് വേർഡ്സ് പറയാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ എക്സ്പ്രസ് ചെയ്യാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. അപ്പോൾ അത് പറയുന്നതിൽ ഗിൽറ്റ് തോന്നാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട പോയിന്റ്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കാതിരിക്കുക. ഈ നാർസിസിസ്റ്റിക് അബ്യൂസ് അനുഭവിച്ച ഒരുപാട് പേരുണ്ട്, ഒരുപാട് അധികം ആൾക്കാർ. അവരെല്ലാം പല പല റിസോഴ്സസ് ഉപയോഗിച്ച് അവർക്ക് വേണ്ട അവർക്ക് വേണ്ട സെൽഫ് കെയറും അവർ റിക്കവറി പോലുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഇതിൽ റിക്കവറി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് ആ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇതിൽ നിന്ന് പൂർണ്ണമായി റിക്കവർ ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അതിൽ നിന്ന് പൂർണ്ണമായി റിക്കവർ ചെയ്ത് വന്ന് ഇപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്ന കുറച്ച് പഴയ ജനറേഷനിലുള്ള അഡൾട്ട്സ് ഉണ്ട്.
അപ്പം ഇത് പോസിബിൾ ആണെന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. നിങ്ങൾ ഇമ്പോസിബിൾ ആണ് എന്ന് ചിന്തിക്കുന്നത് നിങ്ങളുടെ കണ്ടീഷനിങ്ങിൽ നിന്ന് വരുന്നതാണ്, നിങ്ങളുടെ ഒരു പ്രീ കൺസീവ്ഡ് നോഷനിൽ നിന്ന് വരികയാണ്. അതല്ല യാഥാർത്ഥ്യം. ഇതിന്ന് റിക്കവർ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്, ഇപ്പോഴും റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റം വളരെ കുറച്ച് കാലം കൊണ്ടുണ്ടായ ആൾക്കാരുണ്ട്. കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതിയാവും. നിങ്ങൾ തന്നെ കാണാം, നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഒരു സമയത്ത് നിങ്ങൾ എന്തോരം മാറ്റം ഉണ്ടായി. പിന്നെ 3 കാര്യങ്ങൾ, ഈ നമ്മുടെ നാട്ടിലുള്ള ഈ ആവശ്യമില്ലാതെ പറഞ്ഞു വരുത്തുന്ന കാര്യങ്ങളിലുള്ള ഒരു 3 കാര്യങ്ങളൂടെ എനിക്ക് പറയാനുണ്ട്. ഈ നാർസിസിസ്റ്റിക്കിൻ്റെ കുട്ടികൾ, ആക്ച്വലി ശരിക്കും അവളുടെ അമ്മ നാർസിസിസ്റ്റ് ആയത് കുട്ടികൾ കാരണമാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിനെന്താണ് മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതിനെയൊക്കെ ഇഗ്നോർ ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്ത് കളയുക. അത് ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലെ കുറച്ച് അമ്മാവന്മാർക്കുള്ള വളരെയധികം ബോധമില്ലാത്ത, വായിച്ച അറിവ് നേടാത്ത അമ്മമാർക്കുള്ള തെറ്റിദ്ധാരണകളും അവർ പറഞ്ഞു പെടുത്തുന്ന കാര്യങ്ങളുമാണ്. പിന്നെ കുട്ടികളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന എല്ലാ അമ്മമാരും നാർസിസിസ്റ്റുകളാണ് എന്നുള്ളൊരു നെറേറ്റീവ് ഉണ്ടാക്കാതിരിക്കുക. ഇപ്പോൾ നാർസിസിസത്തെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോ, ഒരുപാട് അവയർനെസ് വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പം ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ കൂടാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി, നിങ്ങളെ കൺസ്ട്രക്റ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാൾ, ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു മദർ ഒരിക്കലും ഒരു നാർസിസിസ്റ്റ് അല്ല. അവർ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒബ്വിയസ്ലി നാർസിസിസ്റ്റിൻ്റെ ഈ ക്രിറ്റിസിസം എന്ന് പറയുന്നത്, നാർസിസിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതെന്ന് പറയുന്നത് വളരെ ഹാർഷായിട്ട് നിങ്ങളെ തീരെ കൊച്ചാക്കുന്ന രീതിയിൽ ഒരു എമ്പതി ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതും ഈ ക്രിട്ടിസൈസ് ചെയ്യുന്ന അമ്മയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് മനസ്സിലാക്കാൻ പറ്റണം നമുക്ക്. ഐ ബിലീവ് ഇൻ മൈ കേപ്പബിലിറ്റീസ്, സോ ഐ ക്യാൻ കം ഔട്ട് ഓഫ് ഇറ്റ്. അത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അത് ഉണ്ടായി വന്ന് നിങ്ങൾ ഇതിൽ നിന്ന് പുറത്ത് വരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളതെല്ലാം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളിടുക. നമുക്ക് അവിടെ ഇൻട്രാക്ട് ചെയ്യാം, അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കൂടുതൽ പോയിന്റുകൾ, ഇനി പറയാനുള്ള കാര്യങ്ങൾ, ഇതിൽ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പൂർണ്ണമായിട്ട് ഇതെല്ലാം തികഞ്ഞൊരു വീഡിയോ അല്ല. ആ കാര്യങ്ങളും നമുക്ക് താഴെ ഡിസ്കസ് ചെയ്യാം, നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ താഴെ ഡിസ്കസ് ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വളരെ വൈകാതെ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും